ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ഇടപ്പള്ളി. ഇവിടെ നിന്നും ഞാൻ മെട്രോ വഴി യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ മെട്രോ സ്റ്റേഷന് അകത്തേക്ക് പ്രവേശിക്കാം. ഞാനത് നേരെ എൻട്രൻസിലേക്ക് കടന്നു. അതിനുശേഷം ഞാൻ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോയി ടിക്കറ്റ് എല്ലാം എടുത്തു. ഞാൻ ഗേറ്റ് പാസ് വഴി എൻട്രി ചെയ്തു. ഞാൻ ഇനി മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിതാ നമ്മുടെ എസ്കലേറ്റർ വഴി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെട്രോയുടെ സ്റ്റേഷൻ്റെ ഇടപ്പള്ളിയിലെ ഉൾവശം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. നമുക്കതെല്ലാം ഒന്ന് കാണാം. അപ്പം നമ്മളിതാ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതിനേക്കാളും മുകളിൽ നമുക്ക് പോകണം, മെട്രോ ട്രെയിൻ. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിതാ അടുത്ത എസ്കലേറ്റർ വഴി മുകളിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ മെട്രോ ട്രെയിനിൽ കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് സഞ്ചരിക്കാം. അപ്പോൾ നമ്മൾ എസ്കലേറ്റർ വഴി വീണ്ടും നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ എത്തിയിട്ടില്ല. ഇവിടെ നിന്ന് നമുക്ക് എടപ്പള്ളി ലുലു മാളിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നൊരു വേ ആണ്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോം 2ലേക്കും ഉള്ള എൻട്രൻസും ഇതുവഴിയാണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു വഴിയാണ് നമ്മൾ ലുലു മാളിലേക്കൊക്കെ പോവുക. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം 2ലേക്കും ഞാനിതാ നേരെ ഓപ്പോസിറ്റുള്ള വഴിയിലാണ് പോകുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി മുകളിലോട്ട് പോകണം. ഇവിടെ ഇതാ നമുക്ക് കരിമ്പ് ജ്യൂസിൻ്റെ കട, അതുപോലെ വ്യത്യസ്തങ്ങളായിട്ട് കടകളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ തുണി ഷാപ്പുകളും മറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. അതിനായിട്ട് നമ്മൾ എസ്കലേറ്റർ വഴി മുകളിലോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും മുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളിതാ പ്ലാറ്റ്ഫോമിൻ്റെ വശത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തേക്ക് പോകാം. ഇതാ അവിടെയാണ് പ്ലാറ്റ്ഫോം കാണുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു യെല്ലോ ലൈൻ ഉണ്ടായിരിക്കും. അതിന് പുറകിൽ മാത്രം നിൽക്കാൻ പോകുമ്പോൾ നമ്മൾ ഡോറിനോട് ചാരി നിൽക്കരുത്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഈ കാണുന്ന യെല്ലോ ലൈനാണ്. അത് ഈ ഗാർഡ് നമ്മൾ കൃത്യമായിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് നിർത്തുന്നതാണ്. അത് നമുക്കുള്ള ട്രെയിൻ ഇതാ വരുന്നുണ്ട്. ഇതിലിതാ ഒരു ലോക്കോ പൈലറ്റും ഉണ്ട്. അപ്പോൾ നമുക്കുള്ള ട്രെയിൻ ഇതാ നമ്മുടെ തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നു. അപ്പം ഈ മെട്രോ ട്രെയിൻ താഴെ നിന്ന് കാണുന്നതല്ലാതെ ഇതിന് അടുത്ത് വന്ന് നിൽക്കുന്നതും അതുപോലെ തന്നെ ഇത് കയറുന്നതും ആദ്യമായിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിതാ ട്രെയിനിനകത്തോട്ട് കയറുകയാണ്. ആളുകളെല്ലാം ഇറങ്ങി നമ്മളിതാ ട്രെയിനിനകത്തോട്ട് കയറി ഞാനിതാ ഈ സെൻട്രൽ തന്നെ നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിതാ മെട്രോ ട്രെയിനിലേക്ക് കയറി ടിക്കറ്റ് ഉണ്ട്. നമ്മളിതാ യാത്ര തുടരുന്നു. ഇടപ്പള്ളി പള്ളിയാണ് ആ കാണുന്നത് കേട്ടോ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ് ഈ മെട്രോ ട്രെയിനിലുള്ള ഈ യാത്ര എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് നന്ദി. ഞാനിതാ ഇവിടെ ഇറങ്ങുകയാണ്. ഓക്കെ. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാൻ.
സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. എന്നെങ്കിലും തിരിച്ചു വരാനായി. വിധി പോലും വിറച്ചുപോയി.